കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മൊഴികളിൽ ചില സംശയങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മരണകാരണത്തിൽ വ്യക്തത വരുമെന്നാണ് വളപട്ടണം SHO B കാർത്തിക് പറഞ്ഞത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ് എന്നൊക്കെയാണ് മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് നേരത്തെ സംശയിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസ് പ്രാഥമികമായി അറിയിച്ചിട്ടുള്ളത്? അനുജ, ഇത് കൊലപാതകമെന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. അവരുടെ മൊഴികളിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ഇത് കുടുംബത്തിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം എന്തായാലും ഈ ഘട്ടത്തിൽ നീങ്ങുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, അതായത് മാതാപിതാക്കളുടെ ഉൾപ്പെടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് രാത്രി ഏകദേശം 11 മണിയോടെ ഈ മരിച്ച കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു കുട്ടി അവിടെ ഇവർക്കൊപ്പം താമസിക്കുന്നുണ്ട്. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി രാത്രി ബാത്റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം തിരികെ വരുന്ന ഘട്ടത്തിൽ ഇവരെല്ലാവരും 5 പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന. ഇവരെല്ലാവരും ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നത്. ഇവർ നേരത്തെ തന്നെ ഉറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ 12 വയസ്സുള്ള കുട്ടി തിരിച്ച് റൂമിലെത്തുന്ന ഘട്ടത്തിൽ ഈ 4 വയസ്സുള്ള കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ആദ്യം കാണുന്നത് ഈ 12 വയസ്സുള്ള ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. അങ്ങനെ അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഇവർ ഉറക്കമെണീറ്റതെന്നാണ് ഇവരുടെ മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം തൊട്ട് അയൽവാസികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവർ അവിടെ ക്വാർട്ടേഴ്സുകളിലെല്ലാം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവരെയൊക്കെ വിവരം അറിയിക്കുന്നു. അങ്ങനെ അവർ തന്നെ ഒരു തെരച്ചിൽ നടത്തുന്നു. ഈ തെരച്ചിലിനൊടുവിൽ ഈ കുഞ്ഞിനെ തൊട്ട് സമയമുള്ള ഏകദേശം അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് 10 മീറ്റർ മാത്രം അകലെയുള്ള ആ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നു. അത് തൊട്ട് അയൽവാസിയായിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഇത് പുറത്തെടുക്കുന്നത് എന്ന കാര്യമാണ്. അതിനുശേഷമാണ് പോലീസും മറ്റ് നാട്ടുകാരൊക്കെ അവിടെ എത്തുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഇതെങ്ങനെയാണ് ഈ കുഞ്ഞ് കിണറ്റിലെത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ഈ മരണം ഈ കിണറ്റിൽ വീണതിന് ശേഷം മരണം സംഭവിച്ചത്, അല്ല അതിന് മുമ്പ് കിണറ്റിൽ അതിന് മുമ്പ് മരണം സംഭവിച്ച് പിന്നീട് ആരെങ്കിലും ഇത്തരം കിണറ്റിൽ കൊണ്ട് ഈ കുട്ടിയെ ഇട്ടതാണോ എന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായാലും ഇതിൽ നിർണായകമാകും. അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചാൽ തന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മരണത്തിൻ്റെ കാരണമെന്ന് സംബന്ധിച്ച് വ്യക്തത വരും എന്നതാണ് പോലീസ് എന്തായാലും പറയുന്നത്. എന്തായാലും പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ച് ഇതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സംശയകരമായ ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ, അരുൺ? തീർച്ചയായും അനുജ, ഇതിൽ ഈ കുഞ്ഞിൻ്റെ മാതാവിനെ വനിതാ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ പിതാവിനെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്തു വരുന്നത്. ഇവരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ചില സംശയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവരുടെ മൊഴികളിലെല്ലാം ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇവരുടെ മൊഴി സംബന്ധിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. അവർ പറയുന്നത് അവർ അറിഞ്ഞിരുന്നില്ല, അതായത് തൊട്ടടുത്തുണ്ടായിരുന്ന കുഞ്ഞ് അവിടുന്ന് മിസ്സിംഗ് ആയത് പിതാവോ മാതാവോ അറിഞ്ഞിരുന്നില്ല. ഇവരെല്ലാം ഒരു മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവരാരും അറിഞ്ഞില്ല. ഈ 12 വയസ്സുള്ള അവിടെ താമസിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അവിടെ റൂമിലേക്ക് തിരിച്ചെത്തി ഇങ്ങനെ ഈ മിസ്സിംഗ് ആയത് കണ്ടു. അങ്ങനെ ഇവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഈ കാര്യം അറിഞ്ഞത് എന്നതാണ് ഇവിടെ മൊഴിയിൽ പറയുന്നത്. അതിലെല്ലാം സംശയമുണ്ട് എന്നതാണ് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അവരുടെ മൊഴികൾ പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൻ്റെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം ലഭിച്ചാൽ തന്നെ മരണത്തിൻ്റെ കാരണം വ്യക്തമാകും. അപ്പോൾ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. ആ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം ഒരു സൈഡിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ സമാന്തരമായി ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കാരണം, അതിൻ്റെ മോട്ടീവ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസ് ഇവരുടെ മൊഴികൾ ഇവരെ ചോദ്യം ചെയ്തതിലൂടെ ഒരു വ്യക്തത വരും എന്നുകൂടി പോലീസ് കരുതുന്നു. ഈ വീട്ടിൽ മറ്റാരൊക്കെയാണ് ഉള്ളത്? ഈ 3 പേരാണോ? ഈ ഒരു കുഞ്ഞു മാത്രമാണോ ഇവർക്കുള്ളത്?
ഇവർക്കൊരു കുഞ്ഞു മാത്രമാണ് അനുജ ഉള്ളത്. ഇവർ ആകെ ഉണ്ടായിരുന്ന 5 പേരാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഈ കുഞ്ഞിൻ്റെ മാതാവ്, പിതാവ് ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. ഇവർ ഈ ആക്രി വിറ്റ് അത്തരത്തിലുള്ള വിൽപ്പനയും നടത്തി ജീവിച്ചു പോകുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മരിച്ചിട്ടുള്ള കുഞ്ഞ്, അതുകൂടാതെ 2 പേരുണ്ട്. അത് ഈ പിതാവിൻ്റെ സഹോദരൻ്റെ 2 മക്കളാണ്. അതിൽ ഒരാളാണ് ആദ്യമായി ഈ കുഞ്ഞ് മിസ്സിംഗ് ആയി എന്ന കാര്യം ഇവരെ അറിയുന്നത്. അങ്ങനെയാണ് ഇവരെ ഈ വിവരം വലിയ ദുരൂഹത ഇതിലുണ്ട് എന്നതാണ്. കണ്ണൂർ പാപ്പനശ്ശേരിയിലാണ് 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ് തങ്ങൾക്കൊപ്പം എന്ന തരത്തിലേക്കൊക്കെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ചില സംശയങ്ങളുണ്ട്, വൈരുദ്ധ്യമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മരണകാരണത്തിൽ വ്യക്തത വരും എന്നതാണ് അല്പസമയം മുൻപ് വളപട്ടണം SHO മാധ്യമങ്ങളോട് പറഞ്ഞത്.